അപരന്റെ കണ്ണുകളെ ഭയപ്പെടുന്നൊരു കാലമാണിത്. മനുഷ്യൻ ഒരാജ്ഞേയവാദിയായിരുന്ന, ഒരു യുക്തിവാദിയായിരുന്ന ഖുഷ്വന്ത് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ പണ്ട് മദർ തെരേസയിൽ ആകൃഷ്ടനായി ക്രിസ്തുമതം സ്വീകരിച്ചു. മദർ തെരേസയുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ഖുഷ്വന്ത് സിംഗ് ഒരു പുസ്തകം എഴുതി തുടങ്ങുന്നത് എങ്ങനെയാണ്: ആ കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കണ്ടു. മദറിനെ കുറിച്ചാണ്. ആ കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കണ്ടു. ചില കണ്ണുകൾ ഇങ്ങനെയാണ്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കും. ചില കണ്ണുകൾ ഭയപ്പെടുത്തുന്നവരാണ്. 2006 ഡിസംബർ 31 ഒരു മനുഷ്യനെ തൂക്കിലേറ്റുന്നു. ലോകം ശ്രദ്ധിച്ചൊരു മനുഷ്യൻ. ആരാച്ചാർ കറുത്ത തുണി കൊണ്ട് തലമൂടാൻ തയ്യാറെടുത്തപ്പോൾ നോ, വേണ്ട എന്ന് പറഞ്ഞു. ആരാച്ചാർ ഭയന്നുപോയി. തലയിൽ തുണിയിടാതെയാണ് കഴുത്തിലേക്ക് കുരുക്ക് മുറുക്കുന്നത്. ആ കണ്ണുകൾ തുറന്നിരുന്ന കണ്ണുകൾ ആരാച്ചാരെ ഭയപ്പെടുത്തി. അയാൾ കണ്ണുകൾ മിഴിപൂട്ടി അടച്ചു. എന്നിട്ട് തൂക്കിക്കൊന്നു. സദ്ദാം ഹുസൈനെ കുറിച്ചാണ്. ചില കണ്ണുകൾ ഇങ്ങനെ മനുഷ്യനെ മരണത്തോളം, ചില കണ്ണുകൾ ഇങ്ങനെയാണ്. മനുഷ്യന്റെ കണ്ണുകൾക്ക് പല ഭാവങ്ങളുണ്ട്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾ, ക്രിസ്തുവിന്റെ കണ്ണുകളിൽ നിന്നും ചാട്ടുളി പോലെ പാഞ്ഞ ചില ദർശന കിരണങ്ങൾ, ചില ജീവിതങ്ങളെ അനുതാപത്തിന്റെ പെരുമഴയിൽ മുക്കിയെടുത്ത, കണ്ണീരിന്റെ അനുഭവങ്ങളിൽ തോർത്തിയെടുത്ത, പരിവർത്തനപ്പെടുത്തുന്ന 3 അനുഭവങ്ങൾ. എൻ്റെ പ്രിയ സ്നേഹിത, നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. 1, യേശു ക്രിസ്തുവിന്റെ നോട്ടം പരിവർത്തനപ്പെടുത്തിയ ഒന്നാമത്തെ ജീവിതം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരുടെ വായനാനുഭവങ്ങളിലൂടെ നിരന്തരം കടന്നു വന്നിട്ടുള്ള ഒന്നുമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വിവരിക്കുന്ന സക്കായി എന്ന് പറയുന്ന പുള്ളിയുടെ കുറവ് മാത്രമേ നമുക്കറിയാവൂ. പുള്ളിക്ക് ഇത്തിരി നീളം കുറവായിരുന്നു. അതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നോട്ടം ഒരു മാറ്റം വരുത്തി. അതിങ്ങനെയാണ്. 19-ാം അധ്യായം 5-ാം വാക്യം: ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. ജീസസ് ലുക്ക്ഡ് അപ്പ്. ഇത്ര മാത്രമേ ഉള്ളൂ. ജീസസ് ലുക്ക്ഡ് അപ്പ്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു, എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കോളൂ. യേശു ഒന്നും മിണ്ടുന്നവരല്ല. യേശു മേലോട്ട് നോക്കി. നിങ്ങൾക്കറിയാമല്ലോ, എരീഹോവിന്റെ വഴികളിൽ കൂടെ ആ ബഹുപുരുഷാരം ആ പ്രഭാതത്തിൽ തിക്കിത്തിരക്കുന്നുണ്ട്. നീളം കുറവുള്ള ഒരു ചെറിയ മനുഷ്യൻ വളരെ പാടുപെട്ടാണ് ഒരു അത്തിമരത്തിന്റെ ചില്ലയിലേക്ക് വലിഞ്ഞു കയറിയതും ഇലപ്പടർപ്പുകൾക്കുള്ളിൽ സാഗൂതം ക്രിസ്തുവിനെ കാണാൻ മിഴി തുറന്നിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. മറക്കല്ലേ, ക്രിസ്തുവിന്റെ ആദ്യത്തെ നോട്ടം ഇവിടെയാണ്. യേശു മേലോട്ട് നോക്കി. ആ നോട്ടത്തെ ഇന്ന് രാത്രി ആനന്ദപ്പള്ളിയിൽ ഞാനൊരു പേര് വിളിക്കും: ലുക്സ് ദാറ്റ് ചേഞ്ച് ഓണർഷിപ്പ്. ലുക്സ് ദാറ്റ് ചേഞ്ച് ഓണർഷിപ്പ്. ഉടമസ്ഥത മാറ്റുന്ന നോട്ടാണ് കേട്ടോ. ആ മരത്തിലേക്ക് കയറിയപ്പോൾ സക്കായിയുടെ പേര് സക്കായി എന്ന് മാത്രമായിരുന്നില്ല, ഒരു വിശേഷണം ഉണ്ടായിരുന്നു: ചീഫ് ടാക്സ് കളക്ടർ, ചുങ്കക്കാരിൽ പ്രമാണി. സ്റ്റാറ്റസും അന്തസ്സും ഉള്ള ഒരു പോസ്റ്റ് തന്നെ. പുള്ളി പഴയ CA കാരനോ MCOM കാരനോ ആണ്. ചീഫ് ടാക്സ് കളക്ടർ. മരം കയറുമ്പോൾ അങ്ങനെയായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ എന്ന ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നു. ഈ ഇരട്ടപ്പേരുമായിട്ടാണ് അയാൾ മരത്തിന്റെ ചില്ലയിലേക്ക് വലിഞ്ഞു കയറിയത്. പക്ഷേ ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. മരത്തിൽ നിന്നിറങ്ങിയ സക്കായിയുടെ പേര് സൺ ഓഫ് അബ്രഹാം. ചീഫ് ടാക്സ് കളക്ടർ ബിക്കെയിം സൺ ഓഫ് അബ്രഹാം. ചുങ്കക്കാരുടെ പ്രമാണി അബ്രഹാമിന്റെ പുത്രനായി മാറി. ലോകപ്രകാരം വേൾഡ്ലി സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ചുങ്കക്കാരുടെ പ്രമാണി എന്ന് പറയുന്ന പോസ്റ്റ് ചെറുതല്ല. പക്ഷേ ഒരു മെറ്റീരിയൽ സ്റ്റാറ്റസുമായി മരം കയറുന്ന സക്കായി തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഹൈ സ്പിരിച്വൽ സ്റ്റാറ്റസുമായി വീട്ടിലേക്ക് മടങ്ങാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ പേരിനോട് ചേർത്ത് പറയപ്പെടുന്നതിൽ വലുതായ ഒരു പദവിയുമില്ല. ഒരു വലിയ മെറ്റീരിയൽ സ്റ്റാറ്റസുമായി മരം കയറിയവൻ, ഒരു വലിയ ഹൈ
സ്പിരിച്വൽ സ്റ്റാറ്റസുമായി വീട്ടിലേക്ക് മടങ്ങുന്നു. വീണ്ടും പറയട്ടെ, ചീഫ് ടാക്സ് കളക്ടർ ബിക്കെയിം സൺ ഓഫ് അബ്രഹാം. ഉടമസ്ഥരെ മാറ്റുന്ന നോട്ടം, ലുക്സ് ദാറ്റ് ചേഞ്ച് ഓണർഷിപ്പ്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല അപ്പന്റെ ഐഡന്റിറ്റി ഇപ്പൊ സക്കായിക്ക് കിട്ടി. ഇവനും അബ്രഹാമിന്റെ പുത്രൻ. ഒരു നല്ല അപ്പന്റെ ഐഡന്റിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ, നല്ല അപ്പന് പിറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. സക്കായിക്ക് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അയാൾ യഹൂദനാണ്, ചോറ് യഹൂദന്റേതാണ്, പക്ഷേ കൂറ് റോമാക്കാരുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ചുങ്കം പിരിച്ചു കൊടുത്തത്. ഒരു സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, ഒരു ദ്വന്ദ്മുഖമുള്ള, ഇരട്ട മുഖമുള്ള ഒരു മനുഷ്യനെ ഉടമസ്ഥത തന്നെ മാറ്റി, പേരുമാറ്റി. പ്രിയപ്പെട്ട രാജസാറിനെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു പേരുമാറിയത്. പേരുമാറുന്നതിന്റെ അർത്ഥം എന്താ? ഉടമസ്ഥത മാറുക. യാക്കോബിന്റെ പേര് മാറി ഇസ്രായേൽ ആയപ്പോൾ യാക്കോബിന്റെ ഉടമസ്ഥത തമ്പുരാൻ മാറ്റിയില്ലേ? ശൗലിന്റെ പേര് മാറ്റി പൗലോസ് ആയപ്പോൾ ഉടമസ്ഥത ദൈവം ഏറ്റെടുത്തു, അല്ലേ? ശീമോന്റെ പേര് മാറി പത്രോസ് ആയപ്പോൾ ഉടമസ്ഥത ദൈവം ഏറ്റെടുത്തു. ജോസഫിന്റെ പേര് മാറി സാപ്നത്ത് പനേഹ് ആയപ്പോൾ ഉടമസ്ഥത ഫറവോൻ ഏറ്റെടുത്തു. അബ്രഹാമിന്റെ പേര് മാറി അബ്രഹാം ആയപ്പോൾ ഉടമസ്ഥത ദൈവം ഏറ്റെടുത്തു. ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. സക്കായിയുടെ പേര് മാറിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരുടെ പേര് മാറിയിട്ടുണ്ടോ? ആനന്ദപ്പള്ളിക്കാരെ ഇരട്ടപ്പേരിട്ടോ എന്നല്ല എന്റെ ചോദ്യം. ഈ സ്ത്രീകളോട് തന്നെ ചോദിക്കട്ടെ, ആനന്ദപ്പള്ളിയിൽ കെട്ടിച്ചോണ്ട് വന്നപ്പോ നമ്മുടെ പേരിന്റെ വാലെന്തുമായിരുന്നു? സൂസമ്മ, പാപ്പച്ചെന്നോ, സൂസമ്മ, ചാക്കോ എന്നൊക്കെ ആയിരുന്നില്ലേ? അപ്പന്റെ പേരായിരുന്നല്ലേ വാല്? എന്നാൽ ആധാർ കാർഡിലും തിരിച്ചറിയൽ കാർഡിലും ഒരുപക്ഷെ മാറിയില്ലെങ്കിലും നിങ്ങളുടെ പേര് കെട്ടുകഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ മാറി. ആ സൂസമ്മ, ചാക്കോ എന്നുള്ളത് പൊന്നുപോലത്തെ അച്ചായന്റെ പേര് അതിന്റെ പകുതി വന്നു, അല്ലേ? പകുതിക്ക് ശേഷം സൂസമ്മ ജോയി എന്ന് മാറിക്കാണും, ജോയി ഭർത്താവായതുകൊണ്ട്. സഹോദരങ്ങളെ, എന്താണ് ഈ മാറ്റത്തിന്റെ അർത്ഥം? ഉടമസ്ഥത മാറി എന്നാണ്. ഉടമസ്ഥതയൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഹോണ്ട സിറ്റി 45 ലക്ഷമായിട്ട് വന്നിട്ട് ഉടമസ്ഥതയൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല, കൊടുക്കരുത്. ഉടമസ്ഥത മാറുകയാണ്. അതുകൊണ്ടാണ് കല്യാണം കെട്ടിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മണവാട്ടിയുടെ നിങ്ങളുടെ തലയിലേക്ക് മന്ത്രകോടി ഇട്ട് തന്നതെങ്ങനെയാണ്? ഇങ്ങനെ മൂടുപടമായാണ് ഇട്ട് തന്നത്. സൈഡിലും പിറകിലും നിന്ന് വലിച്ചോ എന്നൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലോസപ്പിൽ ഫോട്ടോ എടുക്കാൻ. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തിനാണ് ഈ തല നിറച്ചിട്ട് തന്നത്? എൻ്റെ പൊന്നുമോളെ, നീ ഇന്നലെ വരെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, നിനക്ക് മിസ് കോൾ ഉണ്ടായിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വശങ്ങളിലേക്കുള്ള നിന്റെ ഒളിഞ്ഞു നോട്ടവും ഏറുകണ്ണും ഒന്നും ഇനി പാടില്ല. നീ നോക്കൂ, നിന്റെ തല നിറച്ച് മൂടുപടം കിടക്കുന്നു. തുറക്കപ്പെട്ട മദ്ബഹായിൽ നടുക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു തിരുനാളവും പിറകിൽ ക്രിസ്തുവുമുണ്ട്. നിന്റെ ഉടമസ്ഥത മാറിയിരിക്കുന്നു. മണവാട്ടിയുടെ ഉടമസ്ഥത മാറിയിരിക്കുന്നു. മൂടുപടം ധരിപ്പിക്കുന്നതിന്റെ അർത്ഥം ഉടമസ്ഥതയുടെ മാറ്റം കൂടെയാണ്. സക്കായിയുടെ പേര് മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് സക്കായിയുടെ പേര് മാറി എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഒറ്റ കാര്യമുള്ളൂ, അവൻ മുൻപേ ഓടി. അവൻ മുൻപേ ഓടി. ബിയോണ്ട് ദ ക്രൗഡ്. ആൾക്കൂട്ടത്തിന് മുൻപേ ഓടി. അവിടെ ഒരു 100 പേരുടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാനാണ്. പെരുന്നാളിൽ റാസ ഇവിടെ നിറങ്ങി അവിടെ ചെന്നപ്പോ പുറകെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. എന്നാ ഗംഭീരം അല്ലേ? 51 പേരുടെ മേളായിരുന്നു. എന്നാ ഗംഭീരം! എന്തോ ഒരാളായിരുന്നു. എന്നാ ഗംഭീരം! ഇപ്പൊ ഇത് പറയാൻ ഇവിടെ ഇല്ലല്ലോ. നമ്മളൊക്കെ ക്രൈറ്റീരിയ എടുക്കുന്നത് ആൾക്കൂട്ടത്തിലാണ്. ആൾക്കൂട്ടത്തിലാണ് ഒരു പരിപാടിയുടെ വിജയം, ഒരു കാര്യത്തിന്റെ വിജയം നിശ്ചയിക്കുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പീലാത്തോസിന്റെ കൊട്ടാരമുറ്റത്തൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? പാപിനി സ്ത്രീയുടെ മുൻപിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ബെത്സൈദ കുളക്കരയിൽ ആ മനുഷ്യൻ 38 വർഷമായിട്ട് കിടക്കുക. ഈ മനുഷ്യനെ പായോടെ വലിച്ചങ്ങോട്ട് ഇടാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ആ ആൾക്കൂട്ടത്തിന്? പക്ഷപാതക്കാരന്റെ വീടിന്റെ മുമ്പിൽ വഴിതടയുന്ന ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഈ പുസ്തകത്തിൽ അപകടകരമായ ആൾക്കൂട്ടത്തിന്റെ അപായ സൂചനകളുണ്ട്. അപകടകരമായ ആൾക്കൂട്ടത്തിന്റെ അപായ സൂചനകൾ നൽകുന്നുണ്ട് ഈ പുസ്തകം. അവിടെയാണ് സക്കായി അവൻ മുൻപേ ഓടി. ആൾക്കൂട്ടത്തിന് അതീതനാകുമോ? അതൊരു ചോദ്യമാണ്. നമ്മളൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ്.
ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മക്കളോടും പറയുന്നതിന്, മക്കളെ പാമ്പിനെ തിന്നുന്ന നാട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ ഏത് പീസ് കഴിക്കണം? പറയൂ. ഇവിടെ എങ്ങനെയൊന്നും പറയില്ലേ? നടുക്കത്തെ പീസ് കഴിക്കണം അല്ലേ? ലോകം എങ്ങനെയാണോ, നാട് എങ്ങനെയാണോ അതിനനുസരിച്ച് പോകുക. എല്ലാവരും താഴോട്ട് പോകുമ്പോൾ ഒപ്പം പൊക്കൊള്ളുക, എല്ലാവരും മലയിറങ്ങുമ്പോൾ ഒപ്പം ഇറങ്ങിക്കൊള്ളുക, എല്ലാവരും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക, എല്ലാവരും കരയുമ്പോൾ കൂടെ കരയുക, ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുക. പ്രിയപ്പെട്ടവരെ, സക്കായി എന്തുകൊണ്ട് ദൈവം നോക്കി? ഒറ്റ ഉത്തരേ ഉള്ളൂ, ജീസസ് ലുക്ക്ഡ് അപ്പ്. ഒറ്റ കാരണമേ ഉള്ളൂ, ബിയോണ്ട് ദ ക്രൗഡ്. അവൻ മുൻപേ ഓടി. വ്യക്തിപരമായി ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുന്ന ആൾക്കൂട്ടത്തിന് അതീതമായ ഒരു സ്പിരിച്വാലിറ്റി എനിക്കോ താങ്കൾക്കോ ഉണ്ടോ എന്നാണ് ചോദ്യം. അവിടെ നാം പരാജയപ്പെടും. യേശു ക്രിസ്തു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായാണ് 12-ാം വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? എന്നാൽ എല്ലാവരും സിയോൻ കുന്നിറങ്ങിപ്പോയപ്പോൾ 12-കാരൻ ബാലൻ ഒരു യൂടേൺ എടുത്തു, തിരികെ ദേവാലയത്തിലേക്ക്. ബിയോണ്ട് ദ ക്രൗഡ്, ആൾക്കൂട്ടത്തിന് അതീതനായി തിരികെ സഞ്ചരിച്ച ഒരു തമ്പുരാനെ കുമ്മായക്കല്ലുകൾ പാകി യെരൂശലേം ദേവാലയത്തിന്റെ വരാന്തയിലെ കൂട്ടായ്മയിൽ അമ്മ മറിയം കണ്ടെത്തപ്പോൾ മണിക്കൂറുകൾ 72 പിന്നിട്ടിരുന്നു. ആൾക്കൂട്ടത്തിനെതിരെ സഞ്ചരിച്ചു. സക്കായി മുൻപേ ഓടി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് ഓശാന പെരുന്നാളിൽ ആൾക്കൂട്ടത്തിന്റെ മധ്യേ നിന്ന് ആൾക്കൂട്ടം ഓശാന പാടുമ്പോൾ ആരവങ്ങൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യൻ മാത്രം കുറുകുന്നുണ്ട്, അല്ല കരയുന്നുണ്ട്. യെരൂശലേമിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ആൾക്കൂട്ടം ആർപ്പുവിളികൾ ഉയർത്തുമ്പോൾ നസറായൻ മാത്രം ആൾക്കൂട്ടത്തിന്റെ മധ്യേ ആർപ്പുവിളികളുടെ മധ്യേ യെരൂശലേമിനെ കണ്ട് കരഞ്ഞു. ഇതാണ് ഓൾട്ടർനേറ്റീവ് എനർജി എന്ന് പറയുക, പ്രതിചാലക ഊർജം, കൗണ്ടർ റിയാക്ഷൻ എന്ന് പറയുക. എല്ലാത്തിനും എതിരെ സഞ്ചരിക്കുന്ന, എല്ലാത്തിനും അനുരൂപമാകാതെ ഒരു പ്രതിചാലക ഊർജം സൃഷ്ടിക്കുന്ന, ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു പ്രതിചാലക ഊർജം സൃഷ്ടിക്കുന്ന സ്പിരിച്വാലിറ്റി നമ്മളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങുതടി പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സക്കായിക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഹൂ ജീസസ് വാസ്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ചുമ്മാ വലിയ ആഗ്രഹമൊന്നുമില്ല, വെറുതെ യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് അറിയണം. ഒരാഴമായ ഒരു ഡെപ്ത് ഇൻട്രസ്റ്റ് ഒന്നും അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, പീലാത്തോസും ഇങ്ങനെ തന്നെയാണ്. കയ്യിൽ കിട്ടിയപ്പോ കയ്യാമ വെക്കപ്പെട്ട വിചാരണ നേരിടുന്ന ആളായി യേശു ക്രിസ്തുവിനെ കയ്യിൽ കിട്ടിയപ്പോ, മുമ്പിൽ കിട്ടിയപ്പോ, കോടതി മുറി കിട്ടിയപ്പോ പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ജീസസ് ഹു ഈസ് കോൾഡ് ദ മെസ്സിയ? യേശു എന്ന മശിഹായെ ഞാൻ എന്ത് ചെയ്യണം? സത്യദൈവത്തോട് പ്രതികരിക്കാനാകാതെ പീലാത്തോസ്, എന്റെ മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഹൂ ജീസസ് വാസ്, യേശു അങ്ങനെയുള്ളൂ. ഒരു പാസീവായിട്ടുള്ള ഒരു മനോഭാവം. ഒരു 8:45 ആകുമ്പോൾ പള്ളിയിലോട്ട് വരുന്ന ചില ജീവിതങ്ങളുണ്ട്. രാവിലെ ഞായറാഴ്ച 9 മണി കഴിയുമ്പോൾ വരുന്ന ചില വണ്ടികളുണ്ട്. പള്ളിയിലൊന്ന് കയറിയച്ചും വരാം എന്നാണ് പറയുക. ആരോ വിളിക്കുന്നുണ്ടല്ലോ, പള്ളിയിലൊന്ന് കയറിയച്ചും വരാം, എന്തോ ഒരു നിർബന്ധം കണക്കെ. അതുപോലെ മാത്രമാണ് സക്കായി പറഞ്ഞത്, ഹൂ ജീസസ് വാസ്, യേശു എങ്ങനെയുള്ളവൻ. ഇങ്ങനെ ഒരു ലാഘവമായ താല്പര്യത്തോടെ ഇരുന്നയാളെയാണ് ജീസസ് ലുക്ക്ഡ് അപ്പ്. യേശു മേലോട്ട് നോക്കി. അയാളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റിയും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയും ഒക്കെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ചീഫ് ടാക്സ് കളക്ടർ ബിക്കെയിം സൺ ഓഫ് അബ്രഹാം. ഉടമസ്ഥരെ മാറ്റുന്നൊരു നോട്ടത്തിൽ അനുതാപത്തിന്റെ പുഴയിൽ കുളിച്ചിറങ്ങുന്ന സക്കായി. അയാൾ ഇറങ്ങിയത് അത്തിമരത്തിൽ നിന്നല്ല, അനുതാപത്തിന്റെ ഹിമാലയൻ സാനുക്കളിൽ നിന്നാണ്. അയാൾ താഴെ ഇറങ്ങിയത് അത്തിമര ചില്ലയിൽ നിന്നല്ല, അനുതാപത്തിന്റെ എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നാണ്. സഹോദരങ്ങളെ, ഇതൊരു വലിയ കാര്യമാണ്. മനസാന്തരത്തിന്റെ 2 മാതൃകകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലെങ്കിലും ഉണ്ട്. ശ്രദ്ധിക്കുമെങ്കിൽ ഞാനത് പറയാം. ഒന്ന്, മുടിയൻ പുത്രനാണ്. മുടിയൻ പുത്രന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ അനുതാപത്തെ പ്രഷർ ഓഫ് സിറ്റുവേഷൻസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. പ്രഷർ ഓഫ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? അപ്പന്റെ അടുത്തുനിന്ന് അവകാശം വാങ്ങിച്ചുകൊണ്ടിറങ്ങി ചെറുപ്പത്തിൽ പോയി ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ്, അവരോഹണ പ്രക്രിയയാണ്. ഇറങ്ങി പാപത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി പന്നിയുടെ താഴെ പോയി കിടന്നു. പന്നി തിന്നുന്ന തവിട് പോലും ആരും അവന് കൊടുത്തില്ല. ഈ തവിട് പോലും അയാൾ തിരിഞ്ഞു നടന്നു. ഇതിന്റെ പേരാണ് പ്രഷർ ഓഫ് സിറ്റുവേഷൻസ്.
തൻ്റെ ജീവിതം അയാൾ കാലത്തിന് വിട്ടുകൊടുത്തു. പുറം തിരിച്ചു വന്നത് നമ്മളും അങ്ങനെ തന്നെയാണ്. ആയ കാലത്ത് കുടിച്ചും മതിച്ചും ഒക്കെ നടക്കുന്ന പല മനുഷ്യരുണ്ട്. പക്ഷെ പഴന്തുണിക്കെട്ട് പോലെ ഒരു പഴയ മത്തയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു വൈകുന്നേരത്തായിരിക്കും ദൈവമേ മോശമായി പോയല്ലോ എന്ന് തോന്നുക. അപ്പോഴേക്കും വൈകിപ്പോകും. ദൈവമേ തിരിച്ചു വരണമെന്ന് തോന്നുന്ന ഒരു വാർദ്ധക്യം, ചില സായാഹ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടാകും. മുടിയൻ പുത്രൻ നമ്മുടെ പതിപ്പാണോ? വീട്ടിൽ നിന്നിറങ്ങി ആദ്യ ചൂട് മുതൽ അദ്ദേഹത്തിന്റെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഗതികേടിന്റെ മുനമ്പിലെത്തിയപ്പോഴാണ് അയാൾ തിരിച്ചു നടന്നത്. അതിന്റെ പേരാണ് പ്രഷർ ഓഫ് സിറ്റുവേഷൻസ്. നമ്മളും ഇങ്ങനെയാണ്. ചിലപ്പോൾ അത് രോഗക്കിടക്കയാകാം, ചിലപ്പോൾ ആഴമായ ദുഃഖമാകാം, ചിലപ്പോൾ അത് പുത്രമരണമാകാം, ഉടപ്പിറന്നവരുടെ വിരഹമാകാം. ഗതികേടുകളുടെ മധ്യേ മാത്രം തിരിഞ്ഞു നടക്കുന്നതിനെ വിളിക്കാം പ്രഷർ ഓഫ് സിറ്റുവേഷൻസ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് മോഡൽ. ഇതൊരു നല്ല മാതൃകയല്ല. അത് പ്രഷർ ഓഫ് സിറ്റുവേഷൻസ് ആണ്. പക്ഷെ രണ്ടാമത്തേത് സഖായിയുടെ മാതൃകയാണ്. അതിനെ വിളിക്കും പ്രഷർ ഓഫ് സ്പിരിറ്റ്. കയറുന്നു, സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കെ തന്റെ യൗവന പ്രായത്തിൽ തന്നെ തിരികെ എത്തി. ഇതിന്റെ പേര് പ്രഷർ ഓഫ് ഹോളി സ്പിരിറ്റ്. മറക്കല്ലേ, ഗതികെട്ടിട്ട് വന്നതാ. സഖായിയുടെ പ്രഷർ ഓഫ് ഹോളി സ്പിരിറ്റ് ആണ്. അത് അനുകരണീയമാണ്. ഗതികെട്ടിട്ടല്ല, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയും: ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെട്ട് ക്രിസ്തുവിലേക്ക് മടങ്ങി. സഖായി ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി. അതാണ് വ്യത്യാസം. സിമ്പിളാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. മുടിയൻ പുത്രൻ എല്ലാം നഷ്ടപ്പെട്ട് അപ്പനിലേക്ക് മടങ്ങി. സഖായി അപ്പനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി. എൻ്റെ കയ്യിലിരുന്ന് പൊള്ളുന്നു എന്ന് വിതുമ്പുന്ന ഒരു വൈകുന്നേരമാണെന്ന്. യേശുക്രിസ്തു അയാളോട് കൂടെ അത്താഴം കഴിക്കുന്നില്ലേ? ഞാനിന്ന് നിന്റെ വീട്ടിൽ, വളരെ പരിചിതമാണ്, വളരെ ഫെമിലിയർ ആണ് ആ വാക്യം. ഞാനിന്ന് നിന്റെ വീട്ടിൽ, I must stay at your home today. I must stay at your home today. ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാകും. ഞാൻ ചോദിക്കട്ടെ, ആ അത്താഴമേശയിൽ അപ്പം മുറിക്കുന്ന ഒരു സന്ധ്യയുണ്ട്. സാധാരണ അന്നദാനങ്ങളൊക്കെ പകലാണ്. അപരിചിതർക്ക് വിരുന്നുമേശയിൽ ഇടം കൊടുക്കുന്ന നേരം പകലാണ്. അത്താഴമേശയിലേക്ക് ഇടം കിട്ടുക ആഴമുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമാണ്. ആഴമുള്ള ബന്ധത്തിൽ മാത്രമേ ഒരാൾക്ക് അത്താഴമേശയിലേക്ക് ക്ഷണമുണ്ടാകുള്ളൂ. എന്നാൽ ഇന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ലാത്ത സഖായി ഒരു നോട്ടം കൊണ്ട്, ഒരു കാഴ്ച കൊണ്ട് ആഴമുള്ള അത്താഴത്തിന്റെ ബന്ധത്തിലേക്ക് മാറണമെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ നോട്ടം. ഞാനത് ഉറക്കെ വിളിച്ചു പറയുക. ആഴമുള്ള അത്താഴത്തിന്റെ ബന്ധത്തിലേക്ക്, ആഴമുള്ള അത്താഴമേശയുടെ കൂട്ടായ്മയിലേക്ക് മാറണമെങ്കിൽ ആ നോട്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ബന്ധത്തിന്റെ ആഴം, ഒരു നോട്ടം. പ്രിയപ്പെട്ടവരെ, യേശു സഖായിക്ക് വേണ്ടി തിരിഞ്ഞു നടന്നു. യേശു സഖായിക്ക് വേണ്ടി തിരിഞ്ഞു നടന്നു അവന്റെ വീട്ടിൽ. ഈ മതവും സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? മതവും, റിലീജിയൻ ആൻഡ് ഗോസ്പൽ. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതിന്റെ പേരാണ് മതം. നിനക്ക് വേണോ ചെല്ല. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നതിന്റെ പേരാണ് സുവിശേഷം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതിന്റെ പേരാണ് റിലീജിയൻ, മതം. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നതിന്റെ പേരാണ് സുവിശേഷം. ഒന്നാമത്തതിൽ നാം ചെന്നു താമസിക്കണം. രണ്ടാമത്തതിൽ അവിടുന്ന് വന്ന് താമസിക്കും. അതാണ് വ്യത്യാസം. ഒന്നാമത്തതിൽ നാം ചെന്നു താമസിക്കണം, രണ്ടാമത്തതിൽ അവിടുന്ന് വന്ന് താമസിക്കും. അല്ലെങ്കിൽ തനി നമ്മുടെ ഭാരതത്തിന്റെ ആ പഴയ ചിന്ത പറഞ്ഞാൽ, ഭാരതത്തിന്റെ തത്വാന്വേഷണത്തിന്റെ ചിന്ത പറഞ്ഞാൽ, മർക്കടമാർഗം എന്ന് പറയും, മാർജാരമാർഗം എന്ന് പറയും. അന്വേഷണത്തിന്റെ രണ്ട് വഴികൾ പരിചിതമായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക്. മർക്കടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മർക്കടൻ ഇംഗ്ലീഷ് മീഡിയമാണ്. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. മർക്കടമാർഗം എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങൻ തൻ്റെ കുഞ്ഞു കുരങ്ങനെയും കൊണ്ട്, ഒരു തള്ളക്കുരങ്ങൻ കുട്ടിക്കുരങ്ങനെയും കൊണ്ട് ഈ മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടുമ്പോൾ തള്ളക്കുരങ്ങൻ ചാടും, കുട്ടിക്കുരങ്ങൻ തള്ളക്കുരങ്ങന്റെ പള്ളയ്ക്ക് അള്ളിപ്പിടിച്ച് കിടക്കും. വേണമെങ്കിൽ കിടന്നോണം.
നിനക്ക് വേണോ നീ കിടന്നോണം. അതാണ് മർക്കട മാർഗം. നാം ചെന്നു താമസിക്കണം. ഇതാണ് മർക്കട മാർഗം. ലോകത്തിലെ മതങ്ങളൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചാണ്. മാർജാരൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പൂച്ച, ക്യാറ്റ്. ഒരു പൂച്ച, തള്ളപ്പൂച്ച തന്റെ കുട്ടിപ്പൂച്ചയും കൊണ്ട്, പൂച്ച കുഞ്ഞിനെയും കൊണ്ട് ഒരു തട്ടിന്റെ പുറത്ത് നിന്ന് അടുത്ത തട്ടിന്റെ പുറത്തേക്ക് ചാടുമ്പോൾ കുഞ്ഞിപ്പൂച്ച തള്ളപ്പൂച്ചയുടെ പള്ള കള്ളിപ്പിടിക്കുകയല്ല പതിവ്. തള്ളപ്പൂച്ച അതിൻ്റെ വായ കൊണ്ട് ഇവിടെ, ഇതിന്റെ പേരെന്താ? കുഞ്ചി. കുഞ്ചി കുഞ്ചി എന്ന് മലയാളം പറയും. ഇപ്പൊ ഒക്കെ പറയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. കുഞ്ചി. ഈ കുഞ്ചിക്ക് കടിച്ചോണ്ടാണ് അങ്ങോട്ട് ചാടുക. ഈ കുഞ്ഞു പൂച്ച വെറുതെ നിന്ന് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ നീ ചെന്ന് താമസിക്കേണ്ട, അവിടുന്ന് വന്ന് താമസിക്കും. മതം ആധ്യാത്മികത, മതം സുവിശേഷം, ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സക്കായിക്ക് വേണ്ടി തിരിഞ്ഞു നടന്ന് ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹോം ടുഡേ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ട മോനെ. ഓ, എന്താണിത്! എത്ര പെട്ടെന്നാണ് അവിടെ വിഭവങ്ങൾ അത്താഴമേശയിൽ ഇടം പിടിക്കുന്നത്. എത്ര പെട്ടെന്നാണ് വീടിനൊരു ഉത്സവ ഛായ, ഒരു ഫെസ്റ്റീവ് മൂഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സക്കായിക്ക് ലജ്ജയില്ല കേട്ടോ. സക്കായി ഓടുന്നു, മരം കയറുന്നു, മരത്തെ നിറങ്ങുന്നു, ചാടി നടക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിലിരുന്ന് പൊള്ളുന്നുണ്ട്, കൊടുക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ സക്കായി ഇങ്ങനെ നടക്കുക. നോക്കിക്കോ, ഒരു സ്റ്റാറ്റസ് സിമ്പലുള്ള മനുഷ്യനായി ഈ പുള്ളി മരത്തെ കയറുക ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് ലജ്ജയില്ല. നമുക്ക് ഈ പുസ്തകം എടുക്കാൻ കൂടെ ലജ്ജയാ. ഇന്ന് വൈകിട്ട് വന്നപ്പോഴും നമ്മുടെ ടീപ്പോയുടെ അടിയിലിരുന്ന് കരഞ്ഞതാണ്. എന്നെ കൂടെ കൊണ്ടുപോവാ അച്ചായോ, എന്നെ കൂടെ കൊണ്ടുപോവാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞു. അല്ലെ ഷോക്കേസിന്റെ മൂലയ്ക്ക് എടുത്തോ, കൊണ്ടുവന്നോ. ഇതെടുക്കാൻ നമുക്ക് എന്തോ ഒരു 4 പേരുടെ മുന്നിൽ ഇത് കൊണ്ടുവരുമ്പം ഇതെടുക്കാത്തതിൻ്റെ ഒരു കുറവാ ഇന്ന് നാം അനുഭവിക്കുന്നത്. ഉൽപ്പത്തി 22 പറയും, അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയ്ക്ക് പോയപ്പോ അബ്രഹാം വിറകെടുത്തു. മോറിയ മലയുടെ താഴെ ഇസഹാക്ക് അത് ഏറ്റെടുത്തു. നീ എടുത്താൽ നിന്റെ തലമുറ ഏറ്റെടുക്കും. പിള്ളേര് പിഴച്ചുപോയി എന്ന് പരിതാപം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എടുത്താൽ നിന്റെ കുഞ്ഞ് ഏറ്റെടുക്കും. എടുക്കുമോ? ഈ പുസ്തകം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഗ്രേസ് ഉണ്ട്, ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. എടുക്കുമോ? Either this book will keep you from sin or sin will keep you from this book. ഒന്നുകിൽ ഈ പുസ്തകം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നമ്മളെ ഈ പുസ്തകത്തിൽ നിന്ന്. സഖായിക്ക് ഒരു പേടിയുമില്ല, ഒരു ലജ്ജയുമില്ല, ഓടുക, ചാടുക. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഭയമില്ലാതാകുന്നത് 2 അവസ്ഥയിലാണ്. 1, തികഞ്ഞ ഭക്തനാകുമ്പോൾ. 2, തികഞ്ഞ ഭ്രാന്തനാകുമ്പോൾ. 2 അവസ്ഥയിൽ ഒരു മനുഷ്യന് ഭയമില്ല. ഭക്തനും ഭ്രാന്തനും തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഭക്തന് ബ്രഹ്മബോധം 100%. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവം. 100% ബ്രഹ്മബോധമുള്ളവനെയാണ് ഭക്തൻ എന്ന് വിളിക്കുക. ഭ്രാന്തൻ ഭ്രമബോധം. മുമ്പിൽ കാണുന്നതിനോട് ഭ്രമിക്കുകയാണ്. ചൂടുവെള്ളത്തിൽ കൈയിടും, കുന്നിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും, വണ്ടിയുടെ മുന്നിൽ കയറും. ഭ്രമബോധം. 100% ബ്രഹ്മബോധമാണ് ഭക്തൻ. 100% ഭ്രമബോധമാണ് ഭ്രാന്തൻ. ഭക്തന് ഭയമില്ല. നമ്മളാരും ഭക്തരൊന്നുമല്ല. നമ്മളൊക്കെ ഒരു അറ്റത്ത് കിടക്കണതേ ഉള്ളൂ കേട്ടോ. പക്ഷേ പൗലോസ് പറയുന്നുണ്ട്, കഷ്ടതയോ ആപത്തോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ വാളോ ഇവയിലൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ സാധ്യമല്ല. അതാണ് 100% ബ്രഹ്മബോധം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം. നമ്മുടെ വല്യപ്പന്റെ വാക്ക ആര്? മാർത്തോമാ ശ്ലീഹ. അതാണ് ബ്രഹ്മബോധം. ഭയമില്ല. ഭ്രാന്തൻ അതുപോലെ തന്നെയാണ്.
ഇതിനിടയിൽ നിൽക്കുന്നവർക്കാണ് ഭയം. നമ്മൾ ഇതിന്റെ ഇടയില്ല, ഭ്രാന്തനും അല്ല ഭക്തനും അല്ല, അതിന്റെ ഇടയിൽ കിടക്കുന്നുണ്ടായി പേടി കൂടുന്നത്. സഖായിയുടെ ആന്തരിക മനുഷ്യൻ ഈ രാത്രി സഖായിയുടെ വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോ സഖായിയുടെ ജീവിതത്തിന്റെ ഫ്ലവറിംഗ് സീസണാണ്. സഖായി പാടുന്നവരെ കേട്ടില്ലേ? കുഞ്ഞുണ്ണി മാഷ് പാടുന്ന പോലെ സഖായി എന്ന് പാടുന്നവര്, പൊക്കമില്ലാത്തവരാണ് എൻ്റെ പൊക്കം. ആ കൂട്ടത്തിൽ ഇന്നിരുന്നേ കർത്താവ് എന്നെ കാണുകയല്ലായിരുന്നു. എനിക്കൊരു കുറവുണ്ടായതാണ് എൻ്റെ ഭാഗ്യം. പ്രിയപ്പെട്ടവർ, ഒരു കുറവുണ്ടെന്ന് നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച്, എനിക്ക് ദൈവമേ അങ്ങനെ ഒരു കുറവുണ്ടായിപ്പോയല്ലോ. സഖായി പറയുന്നുണ്ട്, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം, ഒരു കുറവുണ്ടായതാണ് എൻ്റെ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ശമരിയാക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റവൻ വഴി കടന്നപ്പോഴുണ്ടല്ലോ, ലേവ്യനും ആര് കാണുകയില്ലായിരുന്നു, അയാളെ സഹായിക്കാഞ്ഞതാ ഭാഗ്യം. വേറെ നന്മ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. അവൾ എന്നാലും എന്നോട്, അവൾ അങ്ങനെ ആയതാ സഹോദരി ഭാഗ്യം. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. ആ വാചകം ഇങ്ങനെ ഓർത്തോളൂ. ചില വഴികൾ അടയുമ്പോൾ, ചില നോ എന്ന ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ ഇത് ഓർത്തോണ്ടാ മതി. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. ലുക്സ് ദാറ്റ് ചേഞ്ച് ഓണർഷിപ്പ്. സഖായിയുടെ വീട് നിങ്ങൾ കണ്ടോ? ഇന്ന് ഈ രാത്രി കൃപയുടെ പുഴയിൽ ആ വീട് തിളങ്ങി നിൽക്കുന്നു. ഈ രാത്രി ആത്മാവിൻ്റെ അഴകിൽ ആ വീട് കുളിച്ചു നിൽക്കുന്നു. ഈ രാത്രി അനുതാപത്തിൻ്റെ അലങ്കാരങ്ങളിൽ ആ വീട് ജ്വലിച്ചു നിൽക്കുന്നു. ഒന്നാമത്തെ നോട്ടം യേശു ക്രിസ്തുവിന്റെ നോട്ടം. ജീസസ് ലുക്ക്ഡ് അപ്പ്. കർത്താവിന്റെ നോട്ടം മാനസാന്തരപ്പെടുത്തിയ സഖായി. 2, എൻ്റെ കൂടെ വരില്ലേ? വരുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. വിശുദ്ധ ലൂക്കോസ് 22-ാം അധ്യായം 61-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലൂക്കോസ് 22-ാം അധ്യായം 61-ാമത്തെ വാക്യം കേൾക്കണേ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. The Lord turned and looked Peter. അറിയാലോ എപ്പോഴാണെന്ന്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആദ്യം നമ്മൾ കണ്ടത് കർത്താവ് മേലോട്ട് നോക്കി, ഇപ്പൊ കണ്ടത് തിരിഞ്ഞു നോക്കുന്നു. ബാക്കി ഇങ്ങനെയാണ്. ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് പത്രോസ് പുറത്തിറങ്ങി പൊട്ടി കരഞ്ഞു. He went out and wept bitterly. യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. 2ാമത്തെ നോട്ടം. ആ നോട്ടത്തെ ഞാൻ ഇന്ന് വിളിക്കുന്നത് ലുക്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഫോൾസ് ടു റിഡംഷൻ. ലുക്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഫോൾസ് ടു റിഡംഷൻ. വീഴ്ചകളെ വീണ്ടെടുപ്പാക്കിയ നോട്ടം. ശ്രദ്ധിക്കൂ. വീണുപോയ ഒരു മനുഷ്യൻ പിറകിലുണ്ട്. പത്രോസ് തള്ളിപ്പറഞ്ഞിട്ട് വീഴ്ചകളെ വീണ്ടെടുപ്പാക്കിയ നോട്ടമാണത്. പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞു നോക്കുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ തിരിഞ്ഞു നോക്കാറുള്ളതല്ലേ? തിരിഞ്ഞു നോക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒത്തിരി അർത്ഥമുണ്ട്. അവർ പറയുന്നുണ്ട്, ഒത്തിരി സന്തോഷം. ഓർമ്മപ്പെടുത്തലുകളുടെ നോട്ടമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു, 2 വർഷത്തേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. വീട്ടിൽ പ്രിയപ്പെട്ടവളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വീട് വിട്ട് ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കും. തീരാത്ത സ്നേഹത്തിന്റെ നോട്ടമാണ് തിരിഞ്ഞു നോട്ടം. ബാക്കി നിൽക്കുന്ന സ്നേഹത്തിന്റെ നോട്ടം, തീരാത്ത സ്നേഹത്തിന്റെ നോട്ടം. ഗ്യാസ് കൊണ്ടുവരുന്ന പയ്യൻ ഗ്യാസ് വെച്ചിട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി പോവില്ല. ബന്ധങ്ങൾക്കകത്ത് ആഴം കൂടുമ്പോഴാണ് വിടപറച്ചിലുകളുടെ മധ്യേ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുക. ചില കാര്യങ്ങൾ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തും. തിരിഞ്ഞു നോട്ടങ്ങൾ. മുന്നിൽ നിൽക്കുന്നയാൾ എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു, ഞാൻ സംസാരിച്ചു. മുന്നിൽ നിൽക്കുന്നയാൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ സൈലന്റ് ആകും. അത് ഓർമ്മപ്പെടുത്തല. തിരിഞ്ഞു നോട്ടം തീരാത്ത സ്നേഹത്തിന്റെ നോട്ടം 1. തിരിഞ്ഞു നോട്ടം ഓർമ്മപ്പെടുത്തലുകളുടെ നോട്ടം 2. തിരിഞ്ഞു നോട്ടം മുറിപ്പെടുത്തലുകളുടെ നോട്ടമാണ്. കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കിയപ്പോ പത്രോസ് ആ വാക്കോർത്ത് പിന്നെയും പിന്നെയും മുറിയുകയാണ്.
ആ മുറിവിന്റെ വേദനയിലാണ് he went out and wept bitterly. കരയുക. ഒരാൾ കരയണമെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു മുറിവുണ്ടാകണം. പത്രോസിന്റെ നോട്ടം പിന്നെയും, യേശുവിന്റെ നോട്ടം പിന്നെയും പിന്നെയും പത്രോസിനെ മുറിപ്പെടുത്തുകയാണ്. ഓർമ്മിപ്പിക്കലുകളുടെ നോട്ടം, തീരാത്ത സ്നേഹത്തിന്റെ നോട്ടം, മുറിപ്പെടുത്തലുകളുടെ നോട്ടം, പൊള്ളലുകളുടെ നോട്ടമാണ്. പൊള്ളിപ്പോയി. ആഴക്കടലിൽ ഒരൊറ്റത്തോർത്തു മാത്രം ഉടുത്തു നിന്ന് എത്രയോ രാത്രികളിൽ തിബിരിയാസിൽ പത്രോസ് തലങ്ങും വിലങ്ങും സഞ്ചരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ പുള്ളിക്ക് കുളിരുമില്ല, തണുപ്പുമില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്തായിരുന്നിട്ടും അദ്ദേഹത്തിന് ഭയങ്കര തണുപ്പാണ്. ബാല്യക്കാരത്തിയുടെ മുൻപിൽ, തീ കായുന്നൊരു ചെറുകൂട്ടത്തിന്റെ മുമ്പിൽ ചേർന്നിരുന്ന തീ കായുകയാണ്. കടലിലെ പടകിൽ തണുക്കാത്തവൻ എന്തേ ഈ രാത്രി തണുക്കുന്നു? ഒരു ഉത്തരമുണ്ട്. എന്തെന്നറിയാം? അതിന് പറയുന്ന ഉത്തരം, പത്രോസ് അകലം വിട്ടു പിൻചെന്നു എന്നാ. ആരിൽ നിന്ന്? യേശുവിൽ നിന്ന് അല്ല, നീതി സൂര്യനിൽ നിന്ന് അകലം വിട്ടവന് തണുക്കും. നീതി സൂര്യനാണ് ക്രിസ്തു. നീതി സൂര്യനിൽ നിന്ന് അകലം വിട്ടു പിൻചെന്നവൻ അകത്തും പുറത്തും തണുപ്പാ. അയാളാണ് ആന്തരിക ശൈത്യത്തെ ലോകത്തിന്റെ അഗ്നിയുടെ മുമ്പിൽ നേരിടാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഇത്തിരി ഒന്ന് ആഴത്തിലൊന്ന് പിടിക്കുമോ? നീതി സൂര്യനിൽ നിന്ന് അകന്നവൻ, കടലിൽ തണുക്കാത്തവൻ ഈ രാത്രി തണുക്കണതിന്റെ കാര്യം അതാണ്. നീതി സൂര്യനിൽ നിന്ന് അകന്നവൻ ആന്തരിക ശൈത്യത്തെ ലോകാഗ്നി കൊണ്ട് ചൂടാക്കാൻ നോക്കുക. അതാണ് ആ തീയോട് ചേർന്നിരിക്കുക. പത്രോസ് തള്ളി പറഞ്ഞു, ഞാനവനെ അറിയില്ല, ഞാനവനെ അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പത്രോസ് തള്ളി പറഞ്ഞിട്ട് തീജ്വാലകളുടെ മുമ്പിൽ വെച്ച, അല്ലേ? തീ കായുന്നതിൻ്റെ ഇടയിൽ തീജ്വാലകളുടെ മുന്നിൽ വെച്ച, ഞാൻ അറിയില്ല. എന്നാൽ പത്രോസിനെ കർത്താവ് പിന്നീട് ഏറ്റുപറയിക്കുന്നുണ്ട്. തിബിരിയാസിന്റെ തീരത്തിരുന്ന് ഈ വറുത്ത മീനും തേൻകട്ടയും അപ്പവും ഒക്കെ വെച്ചിട്ട് ഒരു പ്രഭാതത്തിൽ ഉയർപ്പിന് ശേഷം, മക്കളെ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അറിയില്ലേ ആ ഭാഗം? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഈ രാത്രി തീജ്വാലകളുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവനെ പിന്നീട് ഒരു പുലരിയിൽ, ഒരു 2 ആഴ്ച കഴിഞ്ഞില്ല, തീ കനലുകളുടെ മുമ്പിൽ ഏറ്റുപറയിച്ചു. വറുത്ത മീന്റെ കീഴെ തീക്കനലാണ്, തീജ്വാലയല്ല. അതിന്റെ മുന്നിൽ വെച്ചാ ഏറ്റുപറയിക്കുക. എന്താ ഇതിന്റെ വ്യത്യാസം എന്നറിയാം? തീജ്വാല എന്ന് പറയുന്നത് നൈമിഷികവും ആവേശഭരിതവുമാണ്. തീജ്വാല പെട്ടെന്ന് അണഞ്ഞു പോകും. കാണാനും ഭംഗിയാണ്, വലിയ തീയാണെന്ന് നമ്മൾ പറയും. തീജ്വാല നൈമിഷികവും ആവേശഭരിതവുമാണ്. പത്രോസും അങ്ങനെയാണ്. ഇന്ന് രാത്രി വികാരത്തള്ളലിൽ തള്ളി പറഞ്ഞതാ. പെട്ടെന്ന് സ്ലിപ്പാവുന്ന ഒരു നൈമിഷികമായ ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷെ തീ കനലിന്റെ പ്രത്യേകത, അത് ആഴമുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ അഗ്നിയാണ്. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാണ് ഒരു ആവേശത്തിലും വൈകാരിക വിക്ഷോഭത്തിലും തീ ജ്വാലകളുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവനെ ആഴമുള്ള നീണ്ടു നിൽക്കുന്ന തീ കനലുകളുടെ മുൻപിൽ കർത്താവ് ഏറ്റുപറയിച്ചത്. അകലം വിട്ടു ചെന്നു. എന്തിനാണ് ഒരാൾ അകലം വിടുക? കുരുത്തക്കേട് കാണിക്കുമ്പോഴാ, അല്ലേ? നമ്മുടെ മക്കളൊക്കെ നമ്മളോട് ഇത്തിരി അകന്ന് നിൽക്കുന്നവരാ. ചിലപ്പോൾ എപ്പോഴും തെറ്റുപറ്റുമ്പോഴാ. ഒറ്റ വാചകം ഞാൻ പറയാം, അതിരുകൾ ഭേദിക്കുമ്പോഴാണ് അകലം കൂട്ടുക. ഇന്ന് ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്നത് അതല്ലേ? അതിരുകൾ ഭേദിക്കുകയാണ്. കേരളത്തിൽ 68% ഡിവോഴ്സിന്റെ കാരണം സ്മാർട്ട് ഫോണാണ്. കേരളത്തിൽ ഇന്ന് അതിരുകൾ ഭേദിക്കുന്ന ഉപകരണമല്ലേ അത്? സ്മാർട്ട് ഫോണിൽ പ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ, ബന്ധങ്ങളില്ല. ലൈക്കാണ് അതിന്റെ ഭാഷ. ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഇഷ്ടമാണ്. പ്രിയങ്ങളാണ് ലൈക്ക്.
എന്നാൽ ഒരു വീട്ടിൽ പ്രിയങ്ങളില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ബന്ധങ്ങൾ ആഴമുള്ളതാണ്. അതിരുകൾ ഭേദിക്കുമ്പോൾ അകലം കൂടുന്ന, പ്രിയങ്ങൾ കൂടുമ്പോൾ ബന്ധങ്ങൾ അകലുക. ഇന്ന് മലയാളിയുടെ കുടുംബാന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രിയങ്ങൾ കൂടുമ്പോൾ ബന്ധങ്ങളിലെ അകലം കൂടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവം മത്സ്യത്തെ പോലെയാണെന്ന് പറയണം. എന്താ ദൈവം മത്സ്യത്തെ പോലെയാകുക? മത്സ്യത്തിന്റെ പ്രത്യേകത, മത്സ്യത്തിന്റെ മിഴികൾക്ക് ഇമകളില്ല, കൺപോളയില്ല, കണ്ണേ ഉള്ളൂ. ഭാരതത്തിൽ അതിന് പറയുന്ന ഈശ്വരനെ വിളിക്കുന്ന കർമ്മസാക്ഷി എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ് ഈശ്വരൻ. നമ്മളൊക്കെ ആരും കാണാതെ മറച്ചു പിടിക്കുന്ന ചില കാര്യങ്ങൾ ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവമെല്ലാം കാണുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ പത്രോസ് മാറുക. നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം തമ്പുരാനെ തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മളൊക്കെ അകലം വിട്ട് പിൻചൊല്ലുന്നവരാ, നമ്മളൊക്കെ ഒരുപാട് അകലം വിട്ട് പിൻചൊല്ലുന്നവരാ. യേശുവെ തിരിഞ്ഞൊന്ന് നോക്കണമേ. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന പഴയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പാണ്. ഈ രാത്രി തിരിച്ചു ചെല്ലുമ്പോൾ ചൂടുള്ള അത്താഴം ഉണ്ടെന്നുള്ള ഉറപ്പ്, വാതിൽ തുറന്നു തരാൻ ആളുണ്ട് എന്നുള്ള ഉറപ്പ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പാണ്. നാം നമ്മളായി സ്നേഹിക്കപ്പെടുന്നു എന്നതല്ല, നാം നമ്മളായിരുന്നിട്ടും. എത്ര ആഴം അതിന്! നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു, അല്ലേ? ഇത്രയേറെ കുറവുണ്ടായിട്ടും, ഇത്രയേറെ ബലഹീനതകൾ ഉണ്ടായിട്ടും, ഇത്രയേറെ അകലം വിട്ടിട്ടും യേശുവേ നീ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ടല്ലോ. ജീസസ് turned and looked at Peter. യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. വീഴ്ചകളെ വീണ്ടെടുപ്പാക്കിയ നോട്ടമാണ്. പ്രിയപ്പെട്ട സക്കായിയെ നമ്മൾ വിളിക്കുന്നത് എ ലിറ്റിൽ മാൻ ഓഫ് ഫെയ്ത്ത്, നീളം കുറഞ്ഞ മനുഷ്യൻ. എന്നാൽ പത്രോസിനെ വിളിക്കും ഇപ്പോ എ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ആ പ്രയോഗത്തിന്റെ സൗന്ദര്യ വ്യത്യാസം. സക്കായിയെ വിളിക്കാം എ ലിറ്റിൽ മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഒരു ചെറിയ മനുഷ്യനാണെങ്കിൽ വലിയ വിശ്വാസമാണ്. എ ലിറ്റിൽ മാൻ ഓഫ് ഫെയ്ത്ത്. എന്നാൽ പിന്നെയും പിന്നെയും തള്ളിപ്പറയുന്ന പത്രോസിനെ വിളിക്കും എ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഇടർച്ചകളുടെ ഘോഷയാത്രയാണ് ഈ രാത്രി കേട്ടോ. ഒരു തെറ്റിനെ ഒത്തിരി തെറ്റുകൾ കൊണ്ട് ശരിയാക്കാനുള്ള ശ്രമത്തിലാണ് ശീമോൻ. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. ചിലതൊക്കെ പറ്റിപ്പോയിട്ട് പിന്നെ പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. അത് തന്നെയാണ് ഇവിടെ. ഒരു തെറ്റിനെ ഒത്തിരി തെറ്റുകൾ കൊണ്ട് റീകറക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ശീമോൻ. പഴയ നിയമത്തിൽ ഊരിയാവിനോട് തെറ്റ് ചെയ്ത ദാവീദും അതേ ശ്രമത്തിലാണ്. ഒരു തെറ്റിനെ പറ്റിപ്പോയി, പിന്നെയും പിന്നെയും ഒത്തിരി തെറ്റുകൾ കൊണ്ട് മുറിഞ്ഞ ബന്ധങ്ങൾ. പത്രോസ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയി. ഒരു തിരിഞ്ഞു നോട്ടം. നമ്മളൊക്കെ ചില ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും ഒന്ന് നോക്കുക, റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നു. റെസ്പെക്ട് എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റീസ്പെക്ട്, വീണ്ടും കാണുക. ചിലതിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ നമുക്കൊരു കുറച്ചുകൂടെ സ്നേഹം തോന്നും. ചിലതിനെയൊക്കെ ഒന്നുകൂടെ നോക്കിയാൽ ഇതിനായിരുന്നോ ഞാൻ വഴക്കിട്ടത്, ഒന്ന് നോക്കിക്കേ, സ്നേഹം ഉണ്ടാവും, സ്നേഹം മുളച്ചു വരും. ഇതിനായിരുന്നോ ഞാൻ പിണങ്ങിയിരുന്നത്, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, റീസ്പെക്ട് നടത്തിയേ. നമുക്കതിനോട് ചിലപ്പോൾ ഒരു സ്നേഹം വീണ്ടും ഉണ്ടായി തുടങ്ങും. തീരാത്ത സ്നേഹത്തിൽ മാത്രമാണ് തിരിഞ്ഞു നോട്ടം. പത്രോസ് അകലം വിട്ടു പിൻചെന്നു. ഈ ദൂരത്തെ ഡിറ്റാച്ച്മെന്റൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. അതൊരു ഡിറ്റാച്ച്മെന്റൽ ഡിസ്റ്റൻസ് ആണ്, പാപദൂരം എന്ന് വേണേ വിളിക്കാം. ബൈബിളിൽ ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഹാഗാർ കുഞ്ഞിനെയും കടത്തിയിട്ട്, മരിക്കാൻ തുടങ്ങുന്ന ഇസ്മായിലിനെ കടത്തിയിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് പോയിരുന്നു കരഞ്ഞു. അമ്പിൻപാട് ദൂരം മാതൃവേദനയുടെ ദൂരമാണ്.
കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ഏതൊരു അമ്മയും അപ്പനും അമ്പിൻപാട് ദൂരത്താണ്. വേദപുസ്തകത്തിൽ മറ്റൊരു ദൂരമുണ്ട്. യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഗത്സമൻ തോട്ടത്തിൽ ഇരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരം, അത് മരണവേദനയുടെ ദൂരമാണ്. ചങ്കുരുകണ നേരാണ്. ചില പ്രാർത്ഥനകൾക്ക് ഒരു കല്ലേറ് ദൂരം ആവശ്യമുണ്ട്. എല്ലാവരെയും ദൂരത്താക്കിയിട്ട്, ഇന്ദ്രിയങ്ങളെ ദൂരത്താക്കിയിട്ട്, ചിന്തകളെ ദൂരത്താക്കിയിട്ട് ഒരു കല്ലേറ് ദൂരം, അതൊരു പ്രാർത്ഥനാ ദൂരമാണ്. നമുക്ക് പറ്റുന്നില്ല. ഇത് വീണുപോയവർക്കുള്ള കണ്ണാടിയാണ് ഈ രാത്രി. വീണുപോയവനെ തിരിഞ്ഞു നോക്കി പിടിക്കുന്ന ഒരു തമ്പുരാനെ കണ്ടോ? പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോ, മുറിഞ്ഞ ബന്ധങ്ങളിലൊക്കെ ഒരു പൊട്ടിക്കരച്ചിൽ ആവശ്യമുണ്ട്. He went out of the palace and wept bitterly. കൈപ്പോടെ കരഞ്ഞു. പത്രോസ് വിളിച്ചു പറയുന്നു, മുറിഞ്ഞ ബന്ധങ്ങളിലൊക്കെ ഒരു പൊട്ടിക്കരച്ചിൽ ആവശ്യമുണ്ട്. ശരിയാ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, മാതാപിതാക്കളെ, എത്ര അമർത്തിപ്പിടിച്ചാലും പൊട്ടിപ്പോകുന്നൊരു നിലവിളി പലരുടെ അകത്തുണ്ട്. തൊടേണ്ടതുപോലെ തൊടാത്തത് കൊണ്ടാ കരയാത്ത. ശാന്തമായെന്ന് ധ്യാനിച്ചേ. എത്ര അമർത്തിപ്പിടിച്ചാലും പൊട്ടിപ്പോകുന്നൊരു നിലവിളി. നമ്മളൊക്കെ വലിയ വലിയ ബലമൊക്കെ പിടിച്ച് പുലികളെ പോലൊക്കെ നടക്കുക, ഒരു കാര്യമില്ല. എത്ര അമർത്തിപ്പിടിച്ചാലും പൊട്ടിപ്പോകുന്നൊരു നിലവിളി പലരുടെ അകത്തുണ്ട്. ഒന്ന് തൊട്ടാൽ, യേശുവേ, എൻ്റെ കർത്താവെ, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു കോഴി കൂകുന്നത്? ഈ കോഴി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്കറിയാമല്ലോ, ഏത് കാര്യം വന്നാലും കോഴിയാണല്ലോ. അതല്ല, 4 സുവിശേഷങ്ങളിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, 5 അപ്പം കൊണ്ട്. പക്ഷെ കോഴി 4 സുവിശേഷങ്ങളിലുമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ യോഹന്നാൻ ശ്ലീഹ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതുന്ന ആളല്ല. അദ്ദേഹം വളരെ ഡെപ്തായിട്ടുള്ള വേദശാസ്ത്രമാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ കോഴി അദ്ദേഹം വിട്ടിട്ടില്ല. 4 പേരും ഒരേപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓർമ്മകളെ സമ്മാനിക്കുന്ന കോഴി, വചനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കോഴി. നമുക്കും ഒരു കോഴി ആവശ്യമുണ്ട്. പെരുന്നാളിനല്ല, ചില ഓർമ്മകൾക്ക്. ഈ കോഴിയെക്കുറിച്ച് നമ്മൾ ഈ പെസഹാരാത്രിയൊക്കെ ഒത്തിരി പാട്ടുകളിലുണ്ട്. ആ രാത്രി തള്ളിപ്പറച്ചിലിന്റെ നേരത്ത്, കോഴിക്കൂവൽ കേട്ടപ്പോൾ ശിമോനാം കീപ്പ വെളിയിൽ ചെന്നെല്ലാം ഓർത്തോർത്തുച്ചത്തിൽ കേണു. പത്രോസിന്റെ കരച്ചിലാണ്. കോഴിയുടെ കൂവൽ കേട്ടപ്പോൾ വെളിയിൽ ചെന്നെല്ലാം ഓർത്തോർത്തോർത്ത് ഉച്ചത്തിൽ കരഞ്ഞു. എന്താ കരഞ്ഞത്? എന്താ ഓർത്തത്? ഇന്നലെ ഞാൻ വാനോർ തൻ തോഴൻ, ഇന്നയ്യോ ക്രൂശകരുടെ തോഴൻ. അയ്യോ, ഇന്നലെ ഞാൻ വാനോർ തൻ തോഴൻ. ഇന്നലെ ഞാൻ മാലാഖമാരുടെ കൂടെ നിന്ന അപ്പോസ്തലൻ. എന്നാൽ ഈ രാത്രിയുടെ ഇടറിയ നിമിഷങ്ങൾ, ഇന്നയ്യോ ക്രൂശകരുടെ തോഴൻ. എൻ്റെ ദൈവമേ, ദാവീദു സുതാ പിഴപ്പെട്ടേൻ, മാപ്പേകീടേണം. മാപ്പ് തരുമോ? പത്രോസ് പറയും, എന്നെ കോഴി ഓർമ്മിപ്പിക്കുന്നു, മാപ്പ് തരുമോ? നിന്നെ വിളിച്ചു കടലിൽ ഞാൻ, നീ ഉത്തരമേകി. ഞാൻ കണ്ട് കടലിൽ വിളിച്ചപ്പോ ഉത്തരം തന്നില്ലേ? ഹല്ലേലൂയ, കനിവുണ്ടാകിപ്പോൾ. പത്രോസിന്റെ കരച്ചിൽ ഒത്തിരി ഉണ്ട് അവിടെ. 3 തള്ളിച്ചൊന്നേവം കൂകി കോഴി. ഒത്തിരി പാട്ടുകളിൽ കോഴി ഇങ്ങനെ വരുന്നുണ്ട്. ദൈവസുതൻ തന്മൊഴിയോർത്തപ്പോൾ ശീമോൻ വെമ്പി. 4 സുവിശേഷങ്ങൾ ഓർമ്മിപ്പിക്കുക. പത്രോസ് പുറത്തിറങ്ങി ഒരു കോഴി കാരണം, ഒരു നോട്ടം കാരണം. എവിടെ നിന്ന് പുറത്തിറങ്ങിയത്? കൊട്ടാരത്തിൽ നിന്ന് അല്ല. ഫ്രം ഹിപ്പോക്രസി ടു ടിയേഴ്സ്. കാപഠ്യത്തിൽ നിന്ന് കണ്ണുനീരിലേക്ക് പുറത്തിറങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന കാപഠ്യത്തിൽ നിന്ന്.
ഫ്രം പ്രിറ്റൻഷൻ ടു റിപ്പന്റൻസ്. അഭിനയത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പുറത്തിറങ്ങി. കാപട്യത്തിൽ നിന്ന് കണ്ണുനീരിലേക്കാണ് ഇറങ്ങിയത്. അഭിനയത്തിൽ നിന്ന് അനുതാപത്തിലേക്കാണ്. നമ്മൾ കരയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഒത്തിരി നല്ല ചിന്തയൊക്കെ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രത്യേകത എന്തെന്നറിയാം, നമ്മൾ പുറത്തിറങ്ങിയല്ല, അവിടെ തന്നെ. പിന്നെ വളക്കുഴിക്കകത്തിരുന്നു നമ്മൾ മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വേകുന്ന വീടിനകമേ കിടന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ എന്ന് പറഞ്ഞാൽ, വളക്കുഴിക്കകത്തിരുന്നു നമ്മൾ മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ചാണകുഴിയിലാ കിടക്കുന്നത്, ഭയങ്കര വാടയാണ്. ഒരു സാമ്പ്രാണി വർത്തി കൊളുത്തിയിട്ടുണ്ട്, പക്ഷേ വളക്കുഴിക്കകത്തിരുന്നോണ്ടാ. വേകുന്ന വീടിനകമേ കിടന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കരയുന്നതിന് മുഴുവൻ അകത്ത് കിടന്നുണ്ട്. ഇറങ്ങാൻ വയ്യ. പുറത്തിറങ്ങുമോ? അതൊരു ചോദ്യമാണ്. നമ്മളോട് പിശാച് പറയുന്നു, പിന്നെ ആകട്ടെ. ഒരു പിശാച് നമ്മളോട് പ്രാർത്ഥിക്കണ്ടെന്ന് പറയത്തില്ല, പിന്നെ ആട്ടേനെ പറയുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ വേണ്ട, ഇത്തിരൂടെ കഴിയട്ടെ എന്നേ പറയുള്ളൂ. പാപവും ഭാരവും വിട്ടു ഞാനോടുമാന്ന ഒരു പത്രോസിനെ കണ്ടോ? ആ മനുഷ്യന്റെ പോക്കറ്റിൽ ഒരു വാള് കിടപ്പുണ്ട്. കർത്താവ് സന്ധിക്ക് ചോദിച്ചാണ്, വാളുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോ. ഒരെണ്ണം ഉണ്ട്, മതിയോ? അങ്ങനെ കീശയിൽ ഒരു വാള് കിടപ്പുണ്ട്. പക്ഷെ വാളുണ്ടായിട്ടും ഒരു 10-12 വയസ്സുള്ള പെങ്കൊച്ചിനെ പോലും പത്രോസിന് രാത്രി പേടിയാ. എന്തേ? ദൈവം കൂടെ ഇല്ലാത്തവന്റെ കയ്യിൽ പാറ്റൻ ടാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല. ആ വാളവിടെ കിടന്നേ ഉള്ളൂ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിച്ച മൂന്നാമത്തെ ഒരു ചെറിയ ചിന്ത പറയാം. ഈ രാത്രി യേശു കർത്താവ് തന്റെ അധരങ്ങൾ യൂദാസിന് നേരെയും കണ്ണുകൾ പത്രോസിന് നേരെയും തിരിച്ചു. ശ്രദ്ധിക്കണേ. യൂദാസിനോട് പറഞ്ഞു, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? വേഗത്തിൽ ചെയ്തോ? യൂദാസ് എന്ത് ചെയ്തു? അധരങ്ങൾ പത്രോസിന് നേരെ, യൂദാസിന് നേരെ. യൂദാസിന് തോന്നി, ഞാൻ എന്തൊരു വിഡ്ഢി. കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേര് ആത്മനിന്ദ. പോയി തൂങ്ങിച്ചത്തു. ആത്മനിന്ദ. ഞാൻ എത്രയോ വിഡ്ഢി. കർത്താവിന്റെ കണ്ണുകൾ പത്രോസിന്റെ നേരെ തിരിച്ചു. പത്രോസിന് തോന്നി, ഞാൻ എത്രയോ പാപി. അതിന്റെ പേര് ആത്മഭാരം. നമുക്ക് പലപ്പോഴും തോന്നുന്നത് ആത്മഭാരമല്ല, ആത്മനിന്ദയാണ്. നമുക്ക് നമ്മോട് തന്നെ അങ്ങ് പുച്ഛമാ. ഒരാൾക്ക് ആത്മഭാരം, ഒരാൾക്ക് ആത്മനിന്ദ. കറുത്ത കനത്ത പേക്കാറ്റിന് ശേഷം, ഈ രാത്രിയുടെ ശീതക്കാറ്റിന് ശേഷം പത്രോസിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന ഒരു പുതിയ മഴവില്ലിന്റെ പ്രതീക്ഷയാണ് ഈ നോട്ടം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യേശു മേലോട്ട് നോക്കി, കാരണം ആൾക്കൂട്ടത്തിന് മുൻപേ ഓടുന്നൊരു സഖായി ഉണ്ട്. ഉടമസ്ഥരെ മാറ്റുന്ന നോട്ടമാണത്. 2, യേശു തിരിഞ്ഞ് നോക്കി. ആരെ? പത്രോസിനെ. വീഴ്ചകളെ വീണ്ടെടുപ്പാക്കിയ നോട്ടമാണ്. ഒരു ചിന്ത കൂടെ പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 6-ാം വാക്യം. യേശുവോ കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. കേൾക്കൂ. യേശുവോ കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ലുക്സ് ദാറ്റ് ചേഞ്ച്ഡ് അക്യൂസേഷൻ ടു റിപ്പന്റൻസ്. കുറ്റപ്പെടുത്തലുകളെ കുറ്റബോധമാക്കിയ നോട്ടം. അറിയാലോ, പാവനി സ്ത്രീയുടെ മുമ്പിൽ 19 പേര് കല്ലുമായിട്ട്, ചോരമണക്കാൻ സാധ്യതയുള്ള കല്ലുമായിട്ട് നിൽക്കുകയാണ്. കർത്താവ് അവരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. യേശു കുനിഞ്ഞ് ഒന്നും മിണ്ടിയില്ല. അതിന്റെ അർത്ഥം എന്താ? അഭിമുഖീകരിക്കാൻ ലജ്ജിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ അഭിമുഖീകരിക്കാൻ ലജ്ജിക്കുന്ന ഒരു ദൈവമുണ്ടോ?
50 പേരുടെ കയ്യിലും കല്ലാണ്. ഞങ്ങളൊക്കെ ഓക്കെ, ഇവളാട്ടെ ഭയങ്കര കുഴപ്പമാണ്. നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ആം ഓക്കെ. ഇന്ന് കല്ലിന്റെ സ്ഥാനത്താണെങ്കിൽ വാട്സാപ്പോ ഫേസ്ബുക്കോ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എഴുതി നമ്മൾ മറിച്ചു കളയും, കൊന്നുകളയും, ചോര എടുക്കും നമ്മൾ പലരുടെയും. യേശുവോ കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട്. ആവർത്തിക്കുന്ന ആക്രോശങ്ങൾ, അന്യന് വിധി പറയുന്ന ഹിംസയുടെ താളം, മുറുകുന്ന ആസുരഭാവം, താഴെ വീഴുന്ന കല്ലുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു അവരെ നോക്കിയതേ ഇല്ല. അതാണ് പറയാൻ എളുപ്പം. യേശു അവരെ മൈൻഡ് ചെയ്തതേ ഇല്ല. അതൊരു വലിയ ഭയമല്ലേ? കർത്താവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം. മോറാനേശു മശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ ഞങ്ങളെ നോക്കാതിരിക്കരുതേ എന്ന് നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് വെച്ചാണെങ്കിൽ തമ്പുരാൻ നമ്മളെ നോക്കത്തില്ല. യേശു കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട്. ദൈവത്തിന് ഫീൽ ചെയ്യും എന്നുള്ള ബോധ്യത്തിൽ നിന്നല്ലേ നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നവരെന്താ? ദൈവത്തിന് ഫീൽ ചെയ്യും. തമ്പുരാന്റെ ശരീരത്തിലെ 4ാമത്തെ ആണി നമ്മുടെ വകയല്ലേ പലപ്പോഴും, നാം മുഖാന്തരം. ദൈവത്തിന് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ ഒന്നും നമുക്കൊന്നും തോന്നത്തൊന്നുമില്ല. പക്ഷെ വേദപുസ്തകത്തിൽ ഭക്തന്മാർ പറഞ്ഞു, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലെ ദൈവജാത, നിനക്ക് വേദന വരുത്തി വച്ചത് നീജന്യാനയോ. പഴയ പാട്ടാ, മോശവത്സലം ശാസ്ത്രികളുടെ പഴയ പാട്ടാണ്. ആരെങ്കിലുമൊക്കെ മൂളുവെന്നാണ് എൻ്റെ പ്രതീക്ഷ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലെ ദൈവജാത, നിനക്ക് വേദന വരുത്തി വച്ചത് നീജന്യാനയോ. നിനക്ക് വേദന വരുത്തി വച്ചത് നീജന്യാനയോ. ദൈവമേ, എന്റെ കുറവ് കൊണ്ട് എന്നെ നോക്കാതിരിക്കരുതേ. വിളിച്ചവനെ കരയിക്കുന്ന ക്രിസ്ത്യാനിയാണേ ഞാൻ, അയച്ചവനെ ദുഃഖിപ്പിക്കുന്ന ക്രിസ്ത്യാനിയാണേ ഞാൻ. ഞങ്ങൾ പുരോഹിതർക്ക് പട്ടം കൊട ശുശ്രൂഷയിൽ മേൽപ്പട്ടക്കാരൻ പട്ടം നൽകുമ്പോൾ, മുട്ടുകുത്തി മദ്ബഹായുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു ശ്ലൈഹികമായ പിന്തുടർച്ചയെ ഭരമേൽപ്പിക്കുമ്പോൾ, ശ്ലൈഹിക അധികാരത്തിൽ അമാലോകിയ വായിച്ച് മേൽപ്പട്ടക്കാരൻ ഇരുന്നു കൊണ്ട് ഓർമ്മിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്, എനിക്കോ നമ്മുടെ മകനെ നിന്നെ ഓർത്ത് ദുഃഖിക്കാൻ ഇടവരരുത്. ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാർ കൂടെ ചിന്തിക്കേണ്ട കാര്യം അത്. എനിക്കോ നമ്മുടെ മകനെ നിന്നെ ഓർത്ത് ദുഃഖിക്കാൻ ഇടവരരുത്. നമുക്കൊരു നിയോഗമുണ്ട്. യേശുവോ കുനിഞ്ഞ നിരത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു, പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളൊരു കഠിന ശബ്ദം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വിധി പറയുന്നവനാണ് നീയെങ്കിൽ, മറ്റുള്ളവരെ വിധിക്കുന്നവളാണ് നീയെങ്കിൽ, സഹോദര സഹോദരി, നമ്മെ നോക്കി കുനിഞ്ഞിരിക്കുന്നൊരു തമ്പുരാൻ സ്വർഗത്തിലുണ്ട്. ശാന്തമായി ചിന്തിക്കും. ഞാൻ ഈ ചിന്തകളൊക്കെ ഇവിടെ തീർക്കുകയാണ്. യേശു മേലോട്ട് നോക്കി, യേശു തിരിഞ്ഞു നോക്കി, യേശു താഴോട്ട് നോക്കി. തമ്പുരാന്റെ ശരീരഭാഷയ്ക്ക് എത്ര വ്യത്യസ്തമായ ഡയമെൻഷൻസ് ആണ്. ഉടമസ്ഥത മാറ്റി, വീഴ്ചകളെ വീണ്ടെടുപ്പാക്കി, കുറ്റപ്പെടുത്തലുകളെ കുറ്റബോധമാക്കി, മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ കല്ലിട്ടിട്ട് പോയി എന്നാണ് പറയുക എഴുതിയത്. ഓരോരുത്തന്റെ കയ്യിലും അവനവന് പറ്റിയ കല്ലൊക്കെ ഉണ്ട്, ഇന്നും ഉണ്ട്. ഈ രാത്രി നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്കും താല്പര്യത്തിനുമൊക്കെ നന്ദി. തമ്പുരാന്റെ നോട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്?
ഈ 3 വേദഭാഗങ്ങളും നിങ്ങളുടെ ഈ രാത്രിയുടെ വായനയിൽ ഇന്ന് രാത്രി ഭവനത്തിൽ ഈ ഭാഗങ്ങളൊന്ന് വായിക്കുമോ? ഈ രാത്രി ഒന്ന് വായിക്കുമോ? എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് പ്രിയമുള്ള രാജൻ മാത്യു അച്ഛനോട് ഞാൻ ഏറെ ബഹുമാനത്തോടെ എന്നെ തന്നെ കാണുന്ന പ്രിയമുള്ള ജോർജ് വർഗീസ് അച്ഛൻ്റെ സാന്നിധ്യം, ഈ ഇടവകയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ചുമതലപ്പെട്ടവരോടും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.